ഷിരൂരിലെ മലയോരത്തു നിന്ന് ഇനിയും മണ്ണു മാറ്റാനുണ്ടെന്ന് സന്നദ്ധ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു. അടിയൊഴുക്ക് അതിശക്തമായതിനാൽ പുഴയിൽ നിന്നുള്ള മണ്ണു മാറ്റൽ ശ്രമകരമാകുമെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. കൗണ്ട് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്താനാണ് കാരണം ഈ മൊബൈൽ ഫോൺ റിങ് അനുസരിച്ച് ലാൻഡിൽ തന്നെ ഉണ്ടെന്നാണ് നിഗമനം. കാരണം ഈ നമ്മൾ വാട്ടർ റെസ്ക്യൂ വേണ്ടെന്ന് വാട്ടർ ഇത് സെർച്ച് വേണമെന്ന് പറയുന്നില്ല. ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഡേ തൊട്ട് ഈ പറയുന്ന ഇന്നലെ ടിൽ നൈറ്റ് വരെ ഇന്ത്യൻ നേവി സോണാർ ഉപയോഗിച്ചും ബാക്കി NDRF വാട്ടർ യൂണിറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ സംശയം തോന്നിയിരുന്നു. ആ സംശയം തോന്നിയ സമയത്ത് ഇടയ്ക്ക് NDRF സീ വാട്ടേഴ്സിൻ്റെ വാട്ടർ ബോട്ടിൽ പോയി ആ ഒരു മെറ്റൽ ഐഡൻറ്റിഫൈ മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ അതല്ല അത് കാരണം ഒരു വുഡ് പാർട്ട് മാത്രമാണ്. ഭാരത് ബെൻസിൻ്റെ GPS ലൊക്കേഷൻ കിട്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ ഹെവി ബോൾഡർ കിടപ്പാണ്. അത് പൊട്ടിക്കാനുള്ള ശ്രമത്തിൽ അത് പൊട്ടിച്ചുകൊണ്ട് സെർച്ച് നടത്താനുള്ളത്. തെരച്ചിലിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് പുഴയിൽ ഏതാണ്ട് കരയിൽ നിന്ന് കുറച്ച് ദൂരം മാറി പുഴയിൽ ഒരു സിഗ്നൽ ലഭിച്ചു എന്നതാണ്. അവിടെ നാവികസേനയുടെ പരിശോധന നാളെ നടന്നേക്കും എന്നറിയുന്നു. അതിനു വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ രാവിലെ എത്തിക്കും എന്നാണ് ഇപ്പോൾ നേരത്തെ അവിടുത്തെ MLA അറിയിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സേനാ വിഭാഗങ്ങൾ അവിടെ തുടരുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ സ്ഥിരീകരിച്ചു വരുന്നുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, അതുതന്നെയാണ്. സേന പിന്മാറുമെന്ന്, സേന ഇവിടെ നിന്ന് കരയിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് പോകുമെന്ന് ഈ കർവർ MLA പറഞ്ഞിരുന്നു. പക്ഷേ സേന ഇവിടെ തുടരുമെന്ന് സേന വ്യക്തമാക്കി. പുഴയിൽ കൂടി തെരച്ചിലിന് സേന നാളെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നാളെ അതിനുള്ള തയ്യാറെടുപ്പുകളുമായി ആ തെരച്ചിൽ ഈ നാവികസേനയ്ക്കൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയും ആ തെരച്ചിൽ പങ്കാളികളാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് 2 ഘട്ടങ്ങളായാണ് പ്രധാനമായും ഈ തെരച്ചിൽ നടത്തിയത്. ഒന്ന്, ഈ കരയിലെ മണ്ണ്, അതായത് GPS ലൊക്കേഷൻ, റഡാർ ലൊക്കേഷൻ കണ്ടെത്തിയ ഈ കരയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു. ആ ലൊക്കേഷൻ കണ്ടെത്തിയ ആ സ്ഥലങ്ങളിലൊന്നും തന്നെ ഈ വാഹനം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ആ സാധ്യതയുണ്ട് എന്ന് ഒരു നിഗമനമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കരയിലെ മണ്ണ് നീക്കിയത്. അവിടെ കാണാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പുഴക്കരയോട് അടുത്തുള്ള, അതായത് ഈ പുഴ, ഈ നാഷണൽ ഹൈവേ കഴിഞ്ഞ് ഈ പുഴയിലേക്ക് ഒരു വയലുണ്ട്. ആ വയലും കഴിഞ്ഞിട്ടാണ് ഈ പുഴ. അങ്ങനെ ഈ നദിക്കരയിലുള്ള ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ മണ്ണിട്ട് തൂർന്ന അവസ്ഥയിലാണ്. മണ്ണ് മൊത്തത്തിൽ അടിഞ്ഞു കൂടിയ ഒരു അവസ്ഥയിലാണ്. ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. അവിടെയും ഇത്തരത്തിലുള്ള ഒരു അയൺ കണ്ടന്റ്, അതായത് ലോഹാവശിഷ്ടം പോലുള്ള ഒരു അയൺ കണ്ടന്റിന്റെ സാന്നിധ്യം കണ്ടെത്തി, റഡാർ ലൊക്കേഷനിൽ കണ്ടെത്തി. പക്ഷേ അതും ഈ ലോറിയുടെ അവശിഷ്ടമല്ല എന്നാണ്, അല്ലെങ്കിൽ ലോറിയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്നാണ് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സൈന്യം അക്കാര്യമൊക്കെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കരയിലും അതുപോലെ തന്നെ ഈ ഭാഗത്തും, അതായത് ഈ നദിയോട് ചേർന്നുള്ള ഭാഗത്തും ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു സാധ്യതയുള്ളത് ഈ പുഴയിലാണ്. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴയിലേക്ക് ഒരുപാട് മണ്ണ് വീണിട്ടുണ്ട്. ഏകദേശം 500 മീറ്ററിലധികം വീതിയുള്ള ഒരു പുഴയാണ്. വലിയ നദിയാണ് ഈ ഗംഗാവലി നദി. ആ നദിയുടെ പകുതിയോളം ഭാഗം മണ്ണ് തൂർന്ന, ആ മണ്ണ് ഇടിഞ്ഞ ഷിരൂരിലെ ആ ഭാഗത്ത്, ഈ നദിയിലേക്ക് പകുതിയോളം ഭാഗത്ത് ഈ മണ്ണ് അങ്ങനെ തൂർന്ന നിലയിലാണ്, മണ്ണ് അടിഞ്ഞുകൂടിയ നിലയിലാണ്. ആ ഭാഗത്ത് ഈ മണ്ണിനടിയിൽ വാഹനമുണ്ടോ, ഏതെങ്കിലും വിധത്തിൽ ഈ വാഹനം നദിയിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് അതിന് മുകളിൽ, ഈ വാഹനത്തിന് മുകളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. അത് ഇന്ന് നാവികസേന വിവിധ സംഘങ്ങളായി ആ പരിശോധന ആരംഭിച്ചിരുന്നു. പക്ഷേ ഇന്നൊന്നും തന്നെ കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ഈ ഒരു ലോറിയുടെ സാന്നിധ്യം അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാളെ സൈന്യവും കൂടി ആ തെരച്ചിലിൽ പങ്കാളികളാവുമെന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. കൂടുതൽ ആധുനികമായ സംവിധാനങ്ങൾ ഇന്ത്യൻ ആർമി ഇത്തരത്തിലുള്ള ദുരന്തമുഖത്തൊക്കെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അതൊക്കെ വിജയിച്ച ഒരു ടീമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആധുനികമായ യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കും. അതിനുശേഷം ഈ പരിശോധന നേവിക്കൊപ്പം തന്നെ, നാവികസേനയ്ക്കൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയും ഈ പുഴയിലുള്ള പരിശോധനയിൽ പങ്കാളിയാവും. ഒപ്പം ഈ രക്ഷാപ്രവർത്തകർ, മലയാളിയായ കരയിലില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് ആർമി എത്തിയിരുന്നല്ലോ ഇന്ന് വൈകിട്ടോടുകൂടി. അത് ആ നിലപാടിൽ അവർ പിന്മാറിയിട്ടില്ല. അപ്പോൾ കരയിലില്ല, ഇനി വെള്ളത്തിലെ പരിശോധനയിലാണ് പ്രതീക്ഷ എന്നത് സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ. ഈ റോഡിൻ്റെ ഇരുഭാഗത്തുമായി ഇനി മണ്ണു മാറ്റിയുള്ള പരിശോധന അതിൻ്റെ ആവശ്യമില്ല, അത് അപ്രസക്തമാണ് എന്നതൊരു കൺക്ലൂഷൻ ആയി തന്നെ സേനാ വിഭാഗങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ?
ബിജുകുമാർ, സേന അക്കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ അവരുടെ ഒടുവിലത്തെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഈ കരയിൽ വാഹനത്തിന്റെ ഒരു സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ലോഹത്തിന്റെ സാന്നിധ്യം കുറേ സ്ഥലങ്ങളിൽ ഇന്ന് 3 തവണയായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാറയ്ക്കുള്ളിലുള്ള അയൺ സാന്നിധ്യമാണ് അതെന്നാണ് ഒടുവിലത്തെ ഒരു നിഗമനം, ഒടുവിലത്തെ ഒരു സ്ഥിരീകരണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കരയിൽ ഇനിയിപ്പോൾ ലോറിയുടെ സാന്നിധ്യമില്ല എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ സൈന്യം മുന്നോട്ട് പോകുന്നത്. ഇനി ഈ പുഴയിലേക്ക് വാഹനം പതിച്ചിട്ടുണ്ടോ, അതിന് മുകളിൽ ഈ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. ഈ വാഹനം ഇത്രയും ഭാരമുള്ളൊരു വാഹനം നദിയിലൂടെ ഒഴുകിപ്പോവാനുള്ള സാധ്യത അത് പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല. അതൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് നാവികസേന ഏകദേശം 2 കിലോമീറ്ററിലധികം ദൂരമാണ് ഈ നദിയിലൂടെ പരിശോധന നടത്തിയിരിക്കുന്നത്. അപ്പോഴൊന്നും ഈ ഒരു ലോറിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ വാഹനത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാളെയും ഈ പരിശോധന തുടരും. ഒപ്പം സൈന്യവും ഈ പരിശോധനയിൽ പങ്കാളിയാവും. നദിയിലിറങ്ങിയുള്ള പരിശോധനയിൽ നാവികസേനയ്ക്കൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയും പങ്കെടുക്കും. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാളിയായ രഞ്ജിത്ത് ഇസ്രയേലൊക്കെ പറയുന്നത് പോലെ ഇനിയും കരയിലെ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്യാനുണ്ട്. ആ ഒരു കർവ്, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഒരു ഷേപ്പിലാണ് ഈ മല വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഭാഗമുള്ളത്. ആ കർവിൽ പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല. അവിടെ ഈ പാറയൊക്കെ ഇനിയും കൂടിക്കിടക്കുന്നുണ്ട്. ഈ മണ്ണിന് മുകളിൽ വലിയ തോതിൽ കിടക്കുന്ന ഈ പാറക്കഷ്ണങ്ങൾ അതൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചു നീക്കണം. തുടർന്ന് ആ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യണം. പക്ഷേ ഏറെ ദുഷ്കരമായ പ്രവൃത്തിയാണ്, അപകട സാധ്യതയുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് ഈ മലയിൽ നിന്ന് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും ആ സാധ്യതയൊക്കെ അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ ഇനിയും കരയിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുക. നാളെ പ്രധാനമായും ഈ ഗംഗാവലി നദി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഒരു മുൻതൂക്കം നൽകുന്നത്. വിജയകുമാർ, അതിന് ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ അർജുൻ്റെ മാതാവ് പറയുകയായിരുന്നു, അവിടെ ഈ വാഹനം ഒരുപക്ഷെ അകപ്പെടാൻ സാധ്യതയുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു, ഒരു കുഴി എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത്. അവിടേക്ക് ഈ റോഡിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത മണ്ണ് കൊണ്ട് മറിച്ചു. അതുകൊണ്ട് അവിടെ ഒരു പരിശോധന പോലും നടത്താതെ അത് ആ സാധ്യത ഇല്ലാതാക്കിയെന്ന്. അപ്പോൾ അതൊരു അശാസ്ത്രീയമായ രീതിയാണ് എന്നാണ് മാതാവ് സൂചിപ്പിച്ചത്. ഒരു പരിചയവുമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് പോലെ ആ രക്ഷാപ്രവർത്തനത്തിൽ അത്തരം വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ഒരു വിമർശനം. ആ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അങ്ങനെ ഈ എടുത്ത മണ്ണ് വീണ്ടും ഈ വാഹനം അകപ്പെടാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡംപ് ചെയ്തിട്ടുണ്ടോ? വിജയകുമാർ, ഈ മംഗലാപുരം കർണാൽ ദേശീയപാത NH-66 കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ, അതായത് NH-66 ഈ ഗംഗാവാലി നദിയും തമ്മിൽ ബന്ധപ്പെട്ട് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഈ ദേശീയപാത കഴിഞ്ഞ് ഒരു 2-3 വയലുകൾ പ്രദേശത്തുണ്ട്. അതായത് ഈ നദിക്കും ദേശീയപാതയ്ക്കും ഇടയിൽ 2-3 വയലുകളുടെ ചെറിയ വയലുകളുടെ ഒരു ഭാഗം അവിടെയൊക്കെ ഉണ്ട്. പല ഭാഗങ്ങളിലും അങ്ങനെയാണ് ഈ ദേശീയപാതയും അതുപോലെ തന്നെ ഈ നദിയും തമ്മിലുള്ള ബന്ധമുള്ളത്. അത് ഈ ദേശീയപാതയുടെ ഉയരത്തിൽ നിന്ന് ഏകദേശം വലിയ ഒരു ലോറിയുടെ ഹൈറ്റിലാണ് ഈ വയലുകളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതിനും താഴെയാണ് ഈ നദിയുള്ളത്. അപ്പോൾ ഈ വാഹനം ഏതെങ്കിലും വിധത്തിൽ ഈ മണ്ണും പാറക്കെട്ടുകളും മലയിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ വാഹനം തെന്നിമാറി ഈ വയലിലേക്ക് പതിച്ചേക്കാമെന്നൊരു സാധ്യതയാണ് ഇപ്പോൾ ഈ കുടുംബമൊക്കെ പങ്കുവെക്കുന്നത്. നേരത്തെ തന്നെ രക്ഷാപ്രവർത്തകരിൽ പലരും അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. മലയാളികളായ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ ഈ അർജുൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇവിടെ എത്തുന്ന സമയത്ത്, ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്ന സമയത്ത് അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടുത്തെ മണ്ണാണ് ആദ്യം നീക്കം ചെയ്യേണ്ടത്, അവിടെ നമുക്ക് കൃത്യമായി പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കർണാടക സർക്കാരും കർണാടക പോലീസും ഈ രക്ഷാപ്രവർത്തകരുമൊന്നും അതിന് ആ കാര്യം മുഖവിലക്കെടുത്തില്ല. ഈ കരയിലെ മണ്ണ് പൂർണ്ണമായി മാറ്റി, റോട്ടിലെ മണ്ണ് പൂർണ്ണമായി മാറ്റി. ഇപ്പോൾ ഈ റോട്ടിലോ കരയിലോ എവിടെയും ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനി ഈ പൂർണ്ണമായും ഈ നദിക്കരയിലെ മണ്ണ് നീക്കുമ്പോൾ, ഇപ്പോൾ ഇന്ന് ഭാഗികമായി മണ്ണൊക്കെ നീക്കിയിട്ടുണ്ട്, അവിടെ ഈ ലോഹത്തിന്റെ ലോഹത്തിന്റെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 1-2 തവണ കണ്ടെത്തിയെങ്കിലും അവിടെ ഈ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ വാഹനത്തിന്റെ സാന്നിധ്യങ്ങളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും പൂർണ്ണമായ തോതിലുള്ള ഒരു മണ്ണ് നീക്കൽ പ്രക്രിയ അവിടെ നടക്കേണ്ടത് അനിവാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ നദിയിലേക്ക് വീണ മണ്ണിന്റെ ഭാഗങ്ങൾ കൂടി പരിശോധിക്കണം, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നാളെ നടക്കുക അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളായിരിക്കും. അതിന് സൈന്യവും നാവികസേനയും സംയുക്തമായുള്ള തെരച്ചിലായിരിക്കും നടക്കുക. വിജയകുമാർ.